ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 30 രൂപയുടെ ഒരു സാമ്പാർ കിറ്റ് കൊണ്ട് ഉണ്ടാക്കിയൊരു ചെറിയ തോതിലുള്ളൊരു സാമ്പിൾ ഓണസദ്യയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ 5 തരം കറികളുണ്ട് ഇതിൽ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ 5 തരം കറികളും അതുപോലെ തന്നെ പായസമൊക്കെ തയ്യാറാക്കി വന്നപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചിരുന്ന് കാണാം, സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് സാമ്പാറിലേക്കുള്ള തൂരപ്പരിപ്പ് ഒന്ന് അടുപ്പത്തിടാം, വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് ഞാൻ കഴുകി അതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് കുക്കറിൽ വെച്ച് ഒന്ന് വേവിക്കാനായിട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിനി സാമ്പാർ കഷ്ണം ശരിയാക്കാം. അപ്പോൾ ഇത് 30 രൂപയുടെ സാമ്പാർ കഷ്ണമാണ്. എല്ലായിടത്തും ഇപ്പോൾ ഇതുപോലെ കിട്ടണമെന്നില്ല. ഇതിപ്പോൾ തോപ്പുംപടിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഏതാണ്ട് 1.25 കിലോയോളം ഉണ്ടെന്ന് തോന്നുന്നു. ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് ഞാനിവിടെ ഒരു 5 കറികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മത്തങ്ങയും ചേനയൊക്കെ കുറച്ചധികം ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഈ മത്തങ്ങയും ചേനയും ആദ്യം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിപ്പോൾ എരിശ്ശേരി, സാമ്പാർ, അവിയൽ ഈ 3 എണ്ണത്തിനുള്ള പാത്രമാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഷേപ്പില്ലാത്ത ആ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഷേപ്പ് ചെയ്ത് ഭാഗങ്ങൾ എടുത്തിട്ട് നമുക്ക് അവിയലിന് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് അത് അവിയലിന് ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കി കുറച്ചെടുത്തിട്ട് നമുക്ക് എരിശ്ശേരിയിലേക്കും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് മത്തങ്ങ കട്ട് ചെയ്തെടുക്കാം. ആ ഷേപ്പ് അല്ലാത്ത വശങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അവിയൽ കഷ്ണം നമുക്കറിയാമല്ലോ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. അതേ രീതിയിൽ കട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഭാഗങ്ങൾ എടുത്തിട്ട് നമുക്ക് അവിയലിന് കട്ട് ചെയ്യാം. ബാക്കി അല്ലാത്ത ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ട്, അതെടുത്തിട്ട് നമുക്ക് എരിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എരിശ്ശേരിയിൽ നമ്മൾ മത്തങ്ങ ചേനയും മാത്രമേ ഇടണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മത്തങ്ങ അധികം ഞാൻ എരിശ്ശേരിയിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് ക്യാരറ്റ് എടുക്കാം. ക്യാരറ്റ് ഇതുപോലെ തന്നെ നമ്മളധികം ക്യാരറ്റ് അവിയലിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സാമ്പാറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുട്ടികളൊന്നും അധികം കഴിക്കില്ല. അതുകൊണ്ട് അധികം ഞാൻ അവിയലിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ചുരക്കയാണ്. അത് സാമ്പാറിലേക്ക് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളത് പകുതി ഞാൻ സാമ്പാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കി പകുതി അവിയലിൻ്റെ പീസ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് അവിയലിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ തന്നെ സാമ്പാറിലേക്കും അവിയലിലേക്കും ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 എണ്ണത്തിനും കട്ട് ചെയ്യുന്നത് വേറെ രീതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വേറെ വേറെ ആയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നത്. ഇനി നമ്മൾ ഏത്തക്കായാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തുമ്പുവശമൊക്കെ നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുപോലെ നല്ല ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റിയ ഭാഗത്തിനുള്ളത് എടുത്തിട്ട് അവിയലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയുള്ള അച്ചിങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ലെവലില്ലാത്ത വശം കട്ട് ചെയ്ത് നമുക്ക് സാമ്പാറിലേക്ക് ഇടാം. പിന്നെ ബാക്കി കറക്റ്റ് ആയിരിക്കണം ആ ലെങ്ത്തിലുള്ളത് നമുക്ക് അവിയലിലേക്ക് ഇട്ടെടുക്കാം. എനിക്ക് തോന്നണ മുരിങ്ങാക്കോലിന് ഇത്തിരി വില കൂടുതലാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ആകെ ചെറിയ 3 പീസേ ഉള്ളൂ മുരിങ്ങാക്കോൽ. അത് നമുക്ക് അവിയലിലേക്കും സാമ്പാറിലേക്കും ചേർത്ത് കൊടുക്കാം. ഇനി വഴുതിനങ്ങയാണ്. അത് കുറച്ച് കേടായ വശമുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. അത് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പടവലങ്ങ ഇടാം. ഇതുപോലെ തന്നെ ഷേപ്പ് അല്ലാത്ത വശങ്ങളെല്ലാം എടുത്തിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഷേപ്പ് ഇത് കട്ട് ചെയ്യാൻ പറ്റിയ ഇതെടുത്ത് അവിയലിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. അത് അവിയലിലേക്കൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ വെണ്ടയ്ക്ക് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുമ്പളങ്ങയും അതുപോലെ വെള്ളരിക്കയാണ്. അത് രണ്ടും നമുക്കെടുത്തിട്ട് ഓലൻ ചെയ്യാം. ഓലൻ ഉണ്ടാക്കാൻ വേണ്ടി കുമ്പളങ്ങ ഓലൻ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അതെടുത്തിട്ടുണ്ട്.
ഓലൻ പിന്നെ നമുക്ക് കുമ്പളങ്ങ ആയാലും വെള്ളരിക്ക ആയാലും കുഴപ്പമില്ല. അതുപോലെ ഉരുളൻകിഴങ്ങ് കൊണ്ട് ഓലൻ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുമ്പളങ്ങയും വെള്ളരിക്കയും ഓലന് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇപ്പം നമുക്ക് 4 ഐറ്റമായി. ഇനിയിപ്പോൾ ഇതിൽ 2 സവാള ഉണ്ടായിരുന്നു. അതിലൊരു സവാള നമുക്ക് സാമ്പാറിലേക്ക് അരിഞ്ഞിടണം. ബാക്കി ഒരു സവാള എടുത്തിട്ട് നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ 4 കറികൾക്ക് ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ, അതുപോലെ അവിയൽ, എരിശ്ശേരി. ഇതാണ് എരിശ്ശേരിക്ക് കുറച്ചേ ഉള്ളൂ. പിന്നെ ഇത് ഓലൻ. അങ്ങനെ 4 കറിക്കുള്ളതായിട്ടുണ്ട്. അപ്പം നമുക്ക് സാമ്പാർ ആദ്യം വയ്ക്കാം. അപ്പം നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സാമ്പാർ കഷ്ണം പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വാളംപുളി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 2 സവാളയാണ് ഉണ്ടായത്, അതിലൊരെണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പില ചേർത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലടിക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ശരിക്കും അലിഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ പിള്ളേരൊക്കെ സാമ്പാർ കഴിക്കുമ്പോൾ അതിൻ്റെ സാമ്പാർ കഷ്ണമൊന്നും കഴിക്കില്ല. അപ്പോൾ നമ്മളിവിടെ 1 സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും, ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടിയും, ഒരു 1/2 സ്പൂൺ കായംപൊടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്പാറിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സാമ്പാർ പൊടി ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. വെളിച്ചെണ്ണയൊന്നും ഒഴിക്കേണ്ട, വെറുതെ ഫ്രൈ ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ സാമ്പാർ കഷ്ണം വെന്ത് കഴിഞ്ഞു. 3 വിസിലടിച്ചെടുത്തതാണ്. അതിലേക്ക് നമ്മൾ വറുത്ത ഈ സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കായംപൊടി ഉലുവാപ്പൊടിയും കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്യേണ്ടി വന്നത്. അപ്പം നമ്മളത് ചേർത്ത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കടുക് പൊട്ടിച്ചിടാം. കടുകും വേപ്പിലയും കുറച്ച് മുഴുവൻമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി. അപ്പോൾ ഞാനിവിടെ അപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അളവ് കറക്റ്റ് അറിയാൻ വേണ്ടിയാണ് ഞാൻ അപ്പച്ചട്ടി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഓലനുള്ള കുമ്പളങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ചട്ടി അപ്പച്ചട്ടി എന്ന് പറയുമ്പോൾ എല്ലാം അവിടുത്തുള്ളത് ഒരു വലിപ്പമുള്ളതാണ് ഞാൻ കണ്ടേക്കണത്. അപ്പോൾ അറിയാലോ അത് എന്തോരം അളവുണ്ടെന്ന്. അപ്പോൾ ഇത് കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് 2 വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് പച്ച വെളിച്ചെണ്ണയാണ് ഇതിലൊഴിക്കുന്നത്. ഇത് കടുക് പൊട്ടിക്കില്ല. ഇത് വെന്ത് കഴിയുമ്പോൾ ഇതൊന്ന് തിളച്ച് ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഓലനും റെഡിയായി. ഇനി നമുക്ക് അവിയൽ ഇത് റെഡിയാക്കാം. അപ്പോൾ അവിയലിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാനൊരു നേരിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പും ഒരു 2 പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം, കൂടുതൽ ഒഴിക്കരുത്, 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി. അത് ഒഴിച്ചിട്ട് നമുക്ക് മൂടി വെച്ച് ഒറ്റ വിസിലടിച്ചാൽ മതി, അല്ലെങ്കിൽ അലിഞ്ഞു പോവും. ഇതിൽ ചേർത്താൽ മുളക് പൊടി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അവിയലിലേക്കുള്ള തേങ്ങ നമുക്ക് റെഡിയാക്കി എടുക്കാം. കുറച്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ്. അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി അല്ലിയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും ഒരു പച്ചമുളകും ഒരു 1/4 സ്പൂൺ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ അവിയൽ നമുക്ക് നോക്കാം. അവിയലിൻ്റെത് ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടേക്കാണ്. അപ്പം നമ്മുടെ അവിയലിൻ്റെ വെജിറ്റബിൾസും വെന്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി തേങ്ങയും കടുകൊക്കെ ഒന്ന് താളിച്ചിടാം. അപ്പോൾ കടുക് ആദ്യം പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് വേപ്പിലയും മുളകും ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം. അത് ഒത്തിരി മൊരിയിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമുക്ക് അവിയലിൻ്റെ കഷ്ണം വേവിച്ച് വെച്ചാണത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതെല്ലാം ഞാൻ അപ്പച്ചട്ടിയിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് എത്രമാത്രം കറി ഉണ്ടാവും എന്നറിയാൻ വേണ്ടി. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്ക് എരിശ്ശേരിക്കുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചേനയും മത്തങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊരു 2-3 വിസിൽ നമ്മൾ അടിക്കണം. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാണ് തേങ്ങ ഒരു 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2-3 വിസിൽ വരുന്നവരെ നമ്മൾ കുക്ക് ചെയ്യാം. കാരണം ഇത് ഉടച്ചെടുക്കേണ്ടതാണ്. എരിശ്ശേരി നമ്മൾ ശരിക്കും ഉടഞ്ഞിരിക്കണം. അപ്പം 3 വിസിൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിലേക്കുള്ള തേങ്ങയുടെ കൂട്ട് നമുക്ക് റെഡിയാക്കാം. തേങ്ങ, വെളുത്തുള്ളി, വേപ്പില, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി ഇതിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇനിയും എരിശ്ശേരി തയ്യാറാക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ എരിശ്ശേരിയുടെ വെജിറ്റബിൾസ് വെന്ത് കഴിഞ്ഞു. അതിൽ തേങ്ങയും കൂടി ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. എന്നാലും നമുക്കിത് മൊരിച്ചിടാൻ വേണ്ടി കുറച്ച് തേങ്ങ വേണം. നമ്മൾ അവിയലിന് വെച്ച പോലെയല്ല, ഇതിനുള്ള തേങ്ങ ശരിക്കും ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ മൊരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കടുക് പൊട്ടിക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മുളകും അതുപോലെ തന്നെ കുറച്ച് വേപ്പില ഇടാം. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാണ് തേങ്ങയുടെ കൂട്ടിട്ട് കൊടുക്കാം. ഇത് ശരിക്കും ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യും. നമ്മൾ മത്തങ്ങ വേവിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ വൻപയറും അതുപോലെ കടല അങ്ങനെ വേവിച്ചത് കൂടെ ഇട്ട് നമുക്കിതുപോലെ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന എരിശ്ശേരിയുടെ മത്തങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അറിയാൻ പറ്റും ഇതെന്തോരം അളവാണ്. അപ്പച്ചട്ടിയാണ്. അപ്പോൾ എല്ലാ കറിയും ഞാൻ ഈ അപ്പച്ചട്ടിയിലാണ് താളിച്ചെടുത്തിരിക്കുന്നത്. ആവുന്നത് വേറെ പാത്രത്തിലേക്ക് പകർത്താണ് ചെയ്തത്. അപ്പോൾ കറക്റ്റ് അളവ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡിയായി. ഇനി നമുക്ക് പുളിയിഞ്ചി തയ്യാറാക്കാം. അപ്പോൾ ഒരു സവാള പുളിഞ്ചിക്കേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കടുക് പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മുളകും കൂടിയും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു സവാള ചെറുതാക്കി കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അത് ശരിക്കും നല്ല ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുക്കുക. അതിലേക്ക് 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ കായം പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വാളംപുളി, ഞാനിവിടെ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിന് മേലെയുണ്ട്, അതിനാണ് കുറച്ചുകൂടി ഉണ്ടാവും. ആ വാളംപുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു കുറച്ച് ശർക്കരയും കൂടി ചേർത്തിട്ട് ആ ശർക്കര അലിഞ്ഞ് കഴിയുന്നവരൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് പുളിയിഞ്ചിയുടെ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് പപ്പടം വറുത്തെടുക്കാം. പപ്പടമൊന്നും കിറ്റിലുള്ളതല്ല കേട്ടോ. പപ്പടം ഞാൻ സെപ്പറേറ്റ് ഏതായാലും ഒരു സാമ്പിൾ ഓണസദ്യ പോലെ തയ്യാറാക്കിയത് കൊണ്ട് പപ്പടം കൂടി ചെയ്തെടുത്തതാണ്. ഇനി ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കേണ്ടത്. ഇത് ഞാൻ അവിൽ വെച്ചാണ് പായസം ഉണ്ടാക്കുന്നത്. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്തത്, പക്ഷേ ചെയ്തെങ്കിലും നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഏതാണ്ട് അടപ്രഥമൻ ചെയ്ത പോലെയായിരുന്നു. കുട്ടികളൊക്കെ ഓർത്തത് അടപ്രഥമനാണ് അവിൽ കിടക്കണുണ്ട്. അപ്പോൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. നല്ല ചൂടാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. കളറ് മാറരുത്. സത്യം പറയുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റിയ പായസം ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയും അവിൽ പായസമാണെന്ന്. നമ്മുടെ പാലിപ്പോൾ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ വറുത്ത അവിൽ ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് തിളച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ അവിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും കൂടി ചേർക്കണം. പിന്നെ ഏലക്ക ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ്. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കവർ പാലാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. പായസമാണല്ലോ, അപ്പോൾ ഇത്തിരി മധുരം മുന്നേ നിന്നാലും കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടി തിളച്ച് ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി നമ്മളിവിടെ കാഷ്യൂസും അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഞാൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നെയ്യിൽ. അതും കൂടി നമുക്ക് വറുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം റെഡിയായി. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ഓണത്തിൻ്റെ ഒരു സാമ്പിൾ സദ്യ ഞാനിവിടെ തയ്യാറാക്കിയ 5 കൂട്ടം കറികളും അതുപോലെ തന്നെ പായസവും പപ്പടവും പഴവും ഒക്കെ കൂടിയുള്ള നല്ലൊരു ഓണസദ്യയാണ്. പക്ഷേ എല്ലായിടത്തും ഇത്ര ഐറ്റംസ് ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ ഒരു 1.25 കിലോനോളം പച്ചക്കറി ഉണ്ടായിരുന്നു ഒരു സാമ്പാർ കിറ്റിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഐറ്റം തയ്യാറാക്കിയത്. അപ്പോൾ നമുക്കിനി അതൊന്ന് വിളമ്പി നോക്കാം. ഞാനിവിടെ പഴവും പപ്പടവും വെച്ചിട്ടുണ്ട്. എരിശ്ശേരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിയിഞ്ചി, ഓലൻ, അവിയൽ, ചോറ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സാമ്പാർ ഇട്ട് കൊടുക്കാം. അത്യാവശ്യം ചെറിയൊരു രീതിയിലുള്ളൊരു ഓണസദ്യയാണ്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് കുറച്ച് പായസം കൂടി ഇട്ട് കൊടുക്കാം. അവൽ പായസം നല്ല പായസമാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും അടപ്രഥമൻ പോലെയായിരുന്നു ഇരുന്നിരുന്നത്.
അപ്പോൾ നമ്മുടെ ചെറിയ തോതിലുള്ള ഈ സാമ്പിൾ ഓണസദ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.